രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വാട്സാപ്പ് വഴി അയക്കുന്ന പല സ്വകാര്യ വിവരങ്ങളും ഹാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. കാരണമില്ലാതെ വാട്സാപ്പ് തനിയെ ലോഗൗട്ട് ആവുകയോ നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിങ്ങനെ മെസ്സേജ് ലഭിക്കുകയോ ചെയ്താൽ അതിനർത്ഥം നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ഡിവൈസിൽ വാട്സാപ്പ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. നിങ്ങളറിയാതെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ പോയാലോ, നമ്മളറിയാതെ സംശയാസ്പദമായ കോൺടാക്ട് നമ്പറോ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളോ വാട്സാപ്പിൽ പ്രത്യക്ഷപ്പെട്ടാലോ വാട്സാപ്പ് ഹാക്ക് ചെയ്തതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് സംശയമുണ്ടായാൽ നാം എന്ത് ചെയ്യണം? ആദ്യം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതായത് ഹാക്കിംഗ് ഒഴിവാക്കാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അനധികൃത ലോഗിൻ ഒഴിവാക്കാൻ 6 ഡിജിറ്റൽ പിൻ നൽകുക. തുടർന്ന് ഡിവൈസ് ലോഗൗട്ട് ചെയ്യുക. നമ്മുടെ സ്വന്തം ഫോണിലല്ലാതെ മറ്റു ഡിവൈസുകളിൽ ലോഗിൻ ചെയ്താൽ ആവശ്യം കഴിഞ്ഞുടൻ ലോഗൗട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമതായി വാട്സാപ്പ് റീഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യുക. ഔട്ട്ഡേറ്റഡ് ആയ സോഫ്റ്റ്വെയർ വാട്സാപ്പ് ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സാപ്പ് അപ്ഡേഷൻ കൃത്യമായി നടത്തുക. ഹാക്കർമാർ കോൾ വഴിയോ ഇമെയിൽ വഴിയോ വിവരങ്ങൾ ചോർത്തിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകൾക്ക് വ്യക്തി വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. കൂടാതെ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ട്, ഐഫോൺ ബിൽറ്റ് ഇൻസെക്യൂരിറ്റി പോലുള്ള ആൻറ്റി വൈറസ് ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഒരു പരിധിവരെ സുരക്ഷ നൽകുകയും ചെയ്യും.